പിള്ളേരൊക്കെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് യാതൊരുവിധ കഴിവുകളും എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് വെറും നെഗറ്റീവ് എനർജി ആ പിള്ളേരിലേക്ക് കയറ്റി വിടുകയാണ്. ഇപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ടോ? വൃത്തികേട് കാണിക്കുന്നവനാണ് പിള്ളേരുടെ ഹീറോ. ഏറ്റവും വൃത്തികേട് കാണിക്കുന്നവൻ ഏറ്റവും വലിയ ഹീറോ. പണ്ടൊക്കെ യേശുദാസിൻ്റെ പാട്ടായിരുന്നു നമുക്ക്, ജയചന്ദ്രൻ്റെ പാട്ടായിരുന്നു, അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ പാട്ടായിരുന്നു നമുക്കിഷ്ടം. ഇന്ന് അങ്ങനെയല്ല, തെറ്റിച്ച് പാടാം, ശ്രുതിയില്ലാതെ പാടാം. എന്നിട്ട് അവർ സെലിബ്രിറ്റിയും നമ്മൾ ആഘോഷിച്ച് നടക്കുക. കുറച്ച് ദിവസമുള്ളൂ, അത് കഴിഞ്ഞ് അവൻ പോയി, അടുത്തവൻ വന്നു. അപ്പം കുട്ടികളെ ഈ മൊബൈൽ ഫോൺ സംസ്കാരം, ഞാനത് മൊബൈൽ ഫോണൊക്കെ ആവശ്യമാണ്, യാതൊരു സംശയവുമില്ല. മൊബൈൽ അവർക്ക് ആവശ്യമാണ്, അതിനൊരുപാട് ഉപകാരപ്രദമായ സംഭവങ്ങളുണ്ട്. പക്ഷെ 24 മണിക്കൂറും സംസാരം. ഞാൻ ഒരിക്കൽ പറഞ്ഞു, പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട്, ഞാൻ പെൺകുട്ടികളെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അവരൊക്കെ വഴികിടി പോകുമ്പോൾ മൊബൈലിൽ സംസാരിച്ചിട്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ പോലും മൊബൈലിൽ സംസാരിച്ചു പോകുന്നു. അതൊരുപാട് ഒരു വിശ്വാസമില്ലായ്മയാണ്. ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ റോട്ടിലൂടെ വരുന്നവർ മുഴുവൻ എന്നെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അവരെ ഫേസ് ചെയ്തിരിക്കാനുള്ള റോട്ടിൽ കൂടി ഇറങ്ങി അപ്പോൾ തന്നെ എതിരെ വരുന്നവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി, അത് എസ്കേപ്പിസമാണത്. നിങ്ങൾ എതിരെ വരുന്നവനെ ഫേസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങൾ നേരിടേണ്ട പല പ്രശ്നങ്ങളുണ്ട്, അത് സമൂഹത്തിൽ ഇറങ്ങി തന്നെ നേരിടണം. അല്ലാണ്ട് ആ മൊബൈൽ ഫോണിൻ്റെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഒരുപാട് കൂട്ടുകാരികൾ, നിങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ 5 കൂട്ടുകാരികൾ പോകുന്നത് 5ൻ്റെ പേരിൽ മൊബൈലാണ്. ഇവർ 5 പേരുമായിട്ടല്ല സംസാരിക്കുന്നത്, ഈ 5 പേരും വേറെ ആരോടോ സംസാരിക്കുന്നത്. ഈ 5 പേർ തമ്മിൽ സംസാരിച്ചാൽ അവരുടെ ഹൃദയം എത്ര വിശാലമാവും, ആ സ്നേഹം എത്രക്ക് അധികമാവുമല്ലേ, ആ ബന്ധം എത്രക്ക് ദൃഢമാകും. നിങ്ങൾ ഫോണിൽ സംസാരിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ. ഇത് അവർക്കല്ല, എങ്ങാനും റോട്ടിലൂടെ വണ്ടിക്ക് ഒന്നിനും ലക്കും ലഗാനുമില്ല. ഓട്ടോറിക്ഷ, ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ്, ബുള്ളറ്റ്, ബൈക്ക് പോകുന്നതിന് കൺട്രോളില്ല. അല്പം ഇടം കുത്തിക്കയറ്റുക. അപ്പം കുട്ടികളൊക്കെ റോട്ടിലൂടെ പോകുമ്പോൾ എന്താണ് അവസ്ഥ? അതാണ് പറഞ്ഞത്, റോഡിലൂടെ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഉപയോഗവും അത്രയ്ക്ക് നല്ലതല്ല.